നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 16, 2026 ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നാഷണൽ വാക്സിനേഷൻ ഡേ മാർച്ച് 16. എവറി ഇയർ മാർച്ച് 16 is celebrated as National Vaccination Day in India. This day remembers the first polio vaccine drops given in India in 1995. Polio vaccine is called oral polio vaccine. Vaccines are medicines that protect people from dangerous diseases. പോളിയോ എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിയോ വാക്സിൻ ഡ്രോപ്പ് കൊടുത്തത് 1995 ആൻഡ് പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ എന്ന് കൂടെ അതിനെ പറയുന്നുണ്ട്. ദ ഗവൺമെൻറ് റൺസ് എ മിഷൻ ഇന്ദ്രധനുഷ് ടു ഗിവ് വാക്സിൻ ടു ഓൾ ചിൽഡ്രൻ. അണ്ടർ ദിസ് മിഷൻ ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം 12 dangerous diseases. India started using a cervical cancer vaccine called Cervavac for girls aged 9 to 14. അപ്പോൾ നാഷണൽ വാക്സിനേഷൻ ഡേ ആണ് മാർച്ച് 16. ഇന്ത്യ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് ഡ്രോപ്പ് കൊടുത്തത് 1995 ഓറൽ പോളിയോ വാക്സിൻ എന്നും അതിനെ പറയും. പിന്നെ വാക്സിൻ എന്ന് വെച്ചാൽ എന്താ? വാക്സിൻ എന്ന് വെച്ചാൽ അത് മെഡിസിൻ ആണ്. അത് ആക്ച്വലി ഡേഞ്ചറസ് ഡിസീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, കോവിഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ. നമ്മുടെ ഗവൺമെൻറ് ഒരു മിഷൻ ആക്ച്വലി റൺ ചെയ്യുന്നുണ്ട്. ഈ മിഷൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, MCQ ആയിട്ട് ചോദിക്കാം. മിഷൻ ഇന്ദ്രധനുഷ്. ഇതിൽ കുട്ടികൾക്കാണ് വാക്സിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഹെൽത്ത് സെൻറ്റേഴ്സിലും സ്കൂൾസിലും ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വാക്സിൻസ് കൊടുക്കാറുണ്ട്. ആൻഡ് ഈ ഒരു മിഷൻ അണ്ടറിലായിട്ട് 12ഓളം ഡേഞ്ചറസ് ഡിസീസിൽ നിന്നാണ് കുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റവും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് 9 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് സെർവിക്കൽ ക്യാൻസർ. അതിൻ്റെ വാക്സിൻ സെർവാക് ആണ്. ഇന്ത്യ തന്നെ ഇൻഡിജീനിയസ്ലി ഇവിടെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് കുട്ടികൾക്ക് ആക്ച്വലി പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വാക്സിനേഷൻ റെക്കോർഡ്സ് യുവിൻ പോർട്ടൽ ആക്ച്വലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 1 ബില്യൺ വാക്സിൻ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഇതുവരെ ഉണ്ട്. ആൻഡ് അടുത്തത് ദുബായ് എയർപോർട്ടിൽ ഒരു കുഞ്ഞ് ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. എ ഡ്രോൺ അറ്റാക്ക് ഹാപ്പൻഡ് അറ്റ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇൻ UAE. ദി അറ്റാക്ക് കോസ്ഡ് ലാർജ് ഫയർ. ഫ്ലൈറ്റ്സ് സ്റ്റോപ്ഡ് ഫോർ അബൌട്ട് 12 hours. 12 മണിക്കൂറോളം ഫ്ലൈറ്റ്സ് സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് സ്ഥലത്ത് തീ പിടിച്ചു അവിടെ. Then more than 500 flights were diverted to cities like Muscat, Riyadh. മസ്കത്തിലേക്കും റിയാദിലേക്കും ഒരുപാട് ഫ്ലൈറ്റ്സ് ഡൈവേർട്ട് ചെയ്തു, കാരണം അവിടെ അപകട സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട്. ദി അറ്റാക്ക് ഇസ് ലിങ്ക്ഡ് ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ. ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം എന്നാണ് വിചാരിക്കുന്നത്. ഇറാൻ റിപ്പോർട്ടഡ്ലി യൂസ്ഡ് സെജിൽ 2 മിസൈൽ വിച്ച് ക്യാൻ ട്രാവൽ അബൌട്ട് 2000 kilometers. അപ്പോൾ ഇറാൻ ഒരു മിസൈൽ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 2000 kilometers വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഇൻസിഡൻറ്റ് ഇൻക്രീസ്ഡ് ടെൻഷൻ ഇൻ മിഡിൽ ഈസ്റ്റ് അഫക്റ്റഡ് ഗ്ലോബൽ ഏവിയേഷൻ. കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ ഫ്ലൈറ്റൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി UAE ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ പോയിട്ട് മസ്കത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഇവിടേക്ക് അവർ പിന്നെയും ട്രാവൽ ചെയ്യേണ്ടി വരും. പിന്നെ ലൈക്ക് മറ്റൊരു റൂട്ടിലൂടെ ആയിരിക്കും ഇനി മുമ്പോട്ടേക്ക് ഫ്ലൈറ്റ്സൊക്കെ പോകുക. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ആവും, ടിക്കറ്റിൻ്റെ പ്രൈസസ് കൂടും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു യുദ്ധം ഉണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ, ഓയിലാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി അതിൻ്റെ ഇടയിൽ വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു യുദ്ധം എവിടെ ഉണ്ടാവാതെ സമാധാനമായിട്ട് പോകാനാണ് നമ്മൾ ഏറ്റവും അധികം നോക്കേണ്ടത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടിയാണത്. അടുത്തത് സുജാൽ ഗൗൺ ID അണ്ടർ ജൽ ജീവൻ മിഷൻ. ദ ഗവൺമെൻറ് ലോഞ്ച്ഡ് സുജാൽ ഗൗൺ ID അണ്ടർ ദ ജൽ ജീവൻ മിഷൻ. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ID ഫോർ വില്ലേജസ് ടു ട്രാക്ക് വാട്ടർ സപ്ലൈ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, MCQ ആയിട്ട് OMRൽ ചോദിക്കാം. എന്താ ചോദിക്കാൻ പോകുന്നത്? ജൽ ജീവൻ മിഷൻ്റെ പാർട്ടായിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ ഐഡിയാണ് സുജാൽ ഗൗൺ ID. ഇതിൽ വില്ലേജസിൽ വാട്ടർ സപ്ലൈ എങ്ങോട്ടേക്കാണുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഡിജിറ്റൽ IDയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും വില്ലേജസിൽ. ഇറ്റ് മാപ്സ് വാട്ടർ സപ്ലൈ ഫ്രം ദ സോഴ്സ് ടു ദി ഹൗസ് ഹോൾഡ് ടാപ്പ്. അതായത് വാട്ടർ സപ്ലൈ എവിടെ നിന്ന് എവിടേക്കാണ് കൃത്യമായിട്ട് പോകുന്നതെന്ന് ഇതിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് പറ്റും. മോർ ദാൻ 6 lakh വില്ലേജസ് അക്രോസ് ഇന്ത്യ ഹാവ് റിസീവ്ഡ് ദിസ് ID. ഇന്ത്യയിലെ പല സ്ഥലത്തായിട്ട് ഏകദേശം 6 ലക്ഷത്തോളം വില്ലേജസിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വില്ലേജസിലുള്ള ഒഫീഷ്യൽസിന് ഈ ഒരു ID കൈമാറിയിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് മാനേജ് റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ബെറ്റർ. കാരണം ഏതൊക്കെ വില്ലേജസിലേക്കാണ് കുടിവെള്ളം എത്തിയിട്ടുള്ളത്, എത്താത്ത ഏതൊക്കെ സ്ഥലത്താണ്, ഇവിടെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഈ ഒരു ID ത്രൂ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി കേസ്. ഈ ഇടയ്ക്ക് 13 വർഷമായിട്ട് ഒരാൾ കോമയിൽ കിടക്കുകയായിരുന്നു. 13 വർഷമായിട്ട് കോമയിൽ കിടക്കുക കുഞ്ഞു കാര്യമില്ല, പെയിനൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു? ദയാവധത്തിനുള്ള അപ്രൂവൽ കൊടുത്തു. അതായത് മെഡിസിൻ കൊടുത്തിട്ട് തന്നെ ലൈക്ക് മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നത്, മെഷീൻസ് അപ്രൂവൽ ഇപ്പോൾ ജീവിക്കുന്നത് അത് ക്യാൻസൽ ചെയ്തേക്ക്. കാരണം ദയാവധത്തിനുള്ള അനുമതി കൊടുത്തു. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, മരിക്കുന്നതും ബെറ്ററാണ് കമ്പാരിറ്റീവ്ലി. ഇങ്ങനെ നരകിച്ച് നമ്മളിങ്ങനെ വേദന സഹിച്ച് മരിക്കുക എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കാര്യമല്ല. കാരണം 13 വർഷമായിട്ട് കോമയിലുള്ളത്. അപ്പോൾ അവരെ വിട്ട് പോകുന്നില്ല, ആ വീട്ടുകാർക്ക് ഫാമിലീസിന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ വേറെ വഴിയില്ല, കാരണം അത്രയും പെയിൻ അവിടെ ബെയർ ചെയ്യുന്നുണ്ട്. The Supreme Court of India allowed passive euthanasia in a case involving Harish Rana.
ഹി വാസ് ഇൻ എ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് സിൻസ് 2013. 2013 ഒരു ആക്സിഡൻറ്റിന് ശേഷം 2026 വരെ ഒരേ സ്ഥിതിയിൽ കോമയിൽ കിടക്കുക, മെഷീൻ സപ്പോർട്ടോട് കൂടിയിട്ട്. പെയിനൊക്കെ സഹിക്കുന്നുണ്ട്, പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ദയാവാദം ഇന്ത്യയിൽ ഇല്ലീഗൽ ആണെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതിനേക്കാളും അത് മുക്തമാക്കിക്കോളൂ, കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനാണ് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. ലൈക്ക് നമ്മൾ അത്രയും നമുക്ക് ജീവിക്കാനുള്ളൊരു മാനവിമാനത്തോടെ ജീവിക്കാനുള്ളൊരു അധികാരം ഉണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കേസസിൽ സുപ്രീം കോടതി ഇതുപോലത്തെ അപ്രൂവൽ കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ദ കോർട്ട് അലൗഡ് ഡോക്ടേഴ്സ് ടു റിമൂവ് ലൈഫ് സപ്പോർട്ട്. മെഷീൻസ് ഒക്കെ റിമൂവ് ചെയ്തോളൂ, റിമൂവ് ചെയ്തെന്താവും മരണപ്പെടും. അപ്പോൾ മെഷീൻസ് റിമൂവ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ചെയ്തോളൂ എന്ന് ഡോക്ടേഴ്സിനോട് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 21 സൈസ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആൾക്കാർക്ക് ജീവിക്കാനുള്ള അധികാരമുണ്ട്, അതേപോലെ തന്നെ മരിക്കാനുള്ള അധികാരം അവിടെ ഉണ്ട്. ആ കോമ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ദ കോർട്ട് ഓൾസോ സെഡ് ദിസ് ഓൾസോ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ഇൻ സ്പെഷ്യൽ കേസസ്. റൈറ്റ് ടു ലൈഫ് ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റ് ടു ലൈഫിന് വെച്ചാൽ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റിയും സ്പെഷ്യൽ കേസിൽ ഉണ്ട് എന്നുള്ളത് അവിടെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. The World Bank loan for clean air in Uttar Pradesh. The World Bank signed a $250 million agreement with India. The project will improve air quality in Uttar Pradesh. It aims to reduce PM 2.5 pollution, which is very harmful to health. The plan includes better transport system, waste management, and clean cooking fuel. It will also train people in green job like solar technicians and EV maintenance. അപ്പോൾ വേൾഡ് ബാങ്ക് ഉത്തർപ്രദേശിന് $250 million പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടുത്തെ എയർ ക്വാളിറ്റി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ PM 2.5 പൊല്യൂഷൻ ആണ് ഇപ്പോൾ ഉള്ളത്, അതായത് അത് വളരെ ഹാർംഫുൾ ആണ്. അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ബെറ്റർ ആക്കണം. അതായത് ഈ ഡീസലൊക്കെ യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ബസ്സിനെ റീപ്ലേസ് ചെയ്ത് EV വന്നു എന്നാണെങ്കിൽ കുറേയൊക്കെ അവിടെ കുറയും. പിന്നെ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം, പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കാണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. പിന്നെ കുക്കിംഗ് ഫ്യൂൽ ആണെങ്കിലും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള ഫ്യൂലിലേക്ക് മാറ്റണം. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത കോൾ എന്നാണെങ്കിൽ അത് മാറ്റണം. അങ്ങനെ സോളാർ യൂസ് ചെയ്യാം, വിൻഡ് എനർജി യൂസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഗ്രീൻ ജോബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ അല്ല, ലൈക്ക് നമ്മളിപ്പോൾ ഫ്യൂൽ യൂസ് ചെയ്ത് റൺ ചെയ്ത വെഹിക്കിളിൽ നിന്ന് EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. വിൻഡ് എനർജി യൂസ് ചെയ്യാൻ പറ്റും, സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൽക്കരി ബേൺ ചെയ്യുമ്പോൾ പൊല്യൂഷൻ ആവും, എനർജി ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അത് മാറ്റി നമ്മൾ വിൻഡ് എനർജിയിലേക്കും ലൈക്ക് ഹൈഡ്രോജൻ എന്ന് വെച്ചാൽ തന്നെ വിൻഡ് എനർജി, അതുപോലെ തന്നെ മറ്റു ഇതൊക്കെയാണ് സോളാർ എനർജി ഒക്കെ. അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. അതിനൊക്കെയാണ് ഈ ഒരു ഫണ്ട് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. India's 7th Biodiversity Report. The Ministry of Environment, Forest and Climate Change submitted India's 7th National Biodiversity Report. The report was submitted to the Convention on Biological Diversity. It checks India's progress in protecting biodiversity. The report shows improvement in restoring damaged ecosystem. It also supports community conservation effort. നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? നമ്മുടെ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഇവിടെയുള്ള ലൈക്ക് എല്ലാം പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, മറ്റ് ബേർഡ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലാണ് നമ്മൾ ആക്ച്വലി ഇതിൽ ഡിനോട്ട് ചെയ്യുക. ലൈക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എല്ലാ കാര്യത്തിലും നമ്മൾ അതിൽ ബയോഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ പ്രോഗ്രസ് എന്താണ്, നമ്മൾ ബയോഡൈവേഴ്സിറ്റി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, എൻഡാഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി. അടുത്തത് കോൾ പവർ പ്ലാന്റ് ആൻഡ് റിന്യൂവബിൾ എനർജി പ്രോബ്ലം ആണ്. എ റിപ്പോർട്ട് ബൈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റീസ് ഹൈലൈറ്റഡ് പവർ ഗ്രിഡ് ഇഷ്യൂ. ഓൾഡ് കോൾ പവർ പ്ലാന്റ് കനോട്ട് അഡ്ജസ്റ്റ് ക്വിക്ലി ടു സോളാർ ആൻഡ് വിൻഡ് പവർ ചേഞ്ചസ്. അതായത് കോൾ എന്ന് വെച്ചാൽ കൽക്കരി ബേൺ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇത് ആക്ച്വലി ഇന്ന് പല സ്റ്റേറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് പെട്ടെന്ന് നമുക്ക് സോളാറിലേക്കും വിൻഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോളാറിനും വിൻഡിൻ്റെ പ്രത്യേകത എന്താ? അത് പൊല്യൂഷൻ ഉണ്ടാക്കില്ല. പക്ഷേ കോളിൻ്റെ പ്രശ്നം എന്താ? അത് പൊല്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ കോളിൽ നിന്ന് പെട്ടെന്ന് സോളാർ വിൻഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ടൈം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും പെട്രോൾ ഡീസൽ വെഹിക്കിൾസാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ചാർജിങ് സ്റ്റേഷൻ എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. അപ്പോൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി എറണാകുളം, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. പക്ഷേ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റേഷൻസേ കുറവാണ്. ചാർജിങ് സ്റ്റേഷൻസ് എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല. കർണാടകയിൽ ഇപ്പോൾ ഇല്ല, ലിറ്ററലി കർണാടകയിൽ ചാർജിങ് സ്റ്റേഷൻസ് എവിടെയും ഇല്ല. ബാംഗ്ലൂർ അതുപോലത്തെ കുറച്ച് നല്ല മെട്രോപോളിയൻ സിറ്റീസിലൊക്കെ മാത്രമേ അതുള്ളൂ. അല്ലാണ്ട് കർണാടകയിലൊക്കെ പോവുകയാണെങ്കിൽ റിസ്കി, എവിടെ വേണമെങ്കിലും ചാർജർ നിന്ന് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് EVയിലേക്ക് സ്വിച്ച് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിൽ നിന്ന് ഒരു 30-40 കിലോമീറ്റേഴ്സ് ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് EV യൂസ് ചെയ്യാം. കാരണം അവർക്ക് അത് എഫക്റ്റീവ് ആണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് EVയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, കാരണം ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ കോൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നത്. ഒറ്റയടിക്ക് സോളാറിലേക്കും വിൻഡിലേക്കും ചെയ്യാൻ പറ്റില്ല, ടൈം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് സം റിന്യൂവബിൾ എനർജി ഈസ് വേസ്റ്റഡ് ഡ്യൂറിങ് പീക്ക് പ്രൊഡക്ഷൻ ഹവേഴ്സ്. ചില സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത റിന്യൂവബിൾ എനർജീസ്, അതായത് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തതും വേസ്റ്റ് ആവുന്നുണ്ട്. റണ്ണിങ് കോൾ പ്ലാന്റ്സ് അറ്റ് ലോ കപ്പാസിറ്റി ഓൾസോ ഡാമേജസ് മെഷീൻസ് ആൻഡ് ഇൻക്രീസ് കോസ്റ്റ്.
ദിസ് ഷോ ദ ചാലഞ്ച് ഇൻ ഷിഫ്റ്റിംഗ് ഫ്രം കോൾ ടു ക്ലീൻ എനർജി. നമ്മൾ ചിന്തിക്കുന്ന കോൾ ഉണ്ടല്ലോ, കൽക്കരി, അത് ബേൺ ചെയ്ത് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സോളാറിലേക്കും വിൻഡ് എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആ സമയത്ത് പൊല്യൂഷൻ കുറയും. 2070 ഒക്കെ ആകുമ്പോഴത്തേക്ക് സീറോ പൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ പ്രശ്നം എന്താ, ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാം. ഇലക്ട്രിക് ആർക്ക് ഫർണേസ് അറ്റ് ബേൽ ഹരിദ്വാർ, 30 ടൺ ഇലക്ട്രിക് ആർക്ക് ഫർണേസ് വാസ് ഇനാഗ്രേറ്റ് ചെയ്തു. അത് നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റീൽ ആക്ഷൻ ഇന്ത്യയിൽ നിർമ്മിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ലെസ് പൊല്യൂഷൻ ആയിരിക്കും, ലെസ് കോസ്റ്റ് ആയിരിക്കും. ദ സ്റ്റീൽ വിൽ ബി യൂസ്ഡ് ഫോർ ഡിഫൻസിന് യൂസ് ചെയ്യും, ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് യൂസ് ചെയ്യും. മിനിസ്റ്റർ ഓൾസോ ലോഞ്ച് അപ്ഗ്രേഡഡ് സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് ഫോർ ദി ഇന്ത്യൻ നേവി. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സാം എന്തായാലും ഉണ്ടാവും. ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ആർ ഫ്രീ ടു ആസ്ക് എനി ടൈം.